മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പളുകൽ പോലീസ് കേസെടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും വിവിധ രാഷ്ട്രീയ സംഘടനകളും. സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ നിരവധി ജീവനുകൾ റോഡിൽ പൊലിയുമെന്ന് നാട്ടുകാർ പറഞ്ഞു. മരിച്ച ജവാദിന്റെ മൃതദേഹം പേരാമ്പ്രയിലെ യൂണിവേഴ്സിറ്റി റീജിയണൽ സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൈകിട്ടാണ് അമിത വേഗതയിലെത്തിയ ഒമേഗ ബസ് ജവാദിനെ തെറ്റായ ദിശയിലൂടെ എത്തി ഇടിച്ചു തെറിപ്പിച്ചത്. ബസ്സിനടിയിൽപ്പെട്ട ജവാദിനെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് കനത്ത പ്രതിഷേധമാണ് നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നത്. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബസ് ഉടമകളും പോലീസും RTOയും ഒത്തുകളിക്കുകയാണെന്ന് KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജ് പറഞ്ഞു. ഈ പോലീസുകാരും RTO ഉദ്യോഗസ്ഥരും ബസ് മുതലാളിമാരിൽ നിന്ന് വലിയ തുക കൈക്കൂലിയായി മാസാമാസം കൈപ്പറ്റുന്നുണ്ട്, മാസപ്പടി കൈപ്പറ്റുന്നുണ്ട്. അതിന് ഒരു പരിശോധനയും വിജിലൻസ് ഉൾപ്പെടെ തയ്യാറാവാത്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. സിസ്റ്റത്തിന്റെ പരാജയമാണ്. ഇന്ന് തന്നെ ഈ സമരത്തെ പോലീസ്, ഈ ബസ് മുതലാളിമാരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന പോലീസ് സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. സ്വകാര്യ ബസ്സിൽ, സർക്കാർ വണ്ടിയിലല്ല അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്, സ്വകാര്യ ബസ്സിൽ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്ന് സ്വകാര്യ ബസ്സിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിലൂടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിക്കൊണ്ട് ഇതാണ് ബസ് മുതലാളിമാരും പേരാമ്പ്രയിലെ പോലീസും RTOയും തമ്മിലുള്ള ഒത്തുകളുടെ ഏറ്റവും വലിയ ഉദാഹരണം. ബസ്സുകളുടെ ഈ മത്സരയോട്ടം അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശ്രദ്ധക്കുറവ് തന്നെ ഉണ്ട്, മറ്റങ്ങനെ ആവാൻ പറ്റില്ലല്ലോ. ബസ്സിന്റെ സമയത്തിന്റെ പ്രശ്നമുണ്ട്. ഒരു ബസ് വരുന്നതിന് 5 മിനിറ്റോ അങ്ങനെ ഗ്യാപ്പുള്ളൂ തോന്നും. അപ്പോഴേക്കും അതൊരിക്കൽ ട്രിപ്പ് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് അവർ കവർ ചെയ്താൽ പോകുന്നത്. ബസ്സുകളുടെ മത്സരയോട്ടം കാരണം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും രക്ഷയില്ല. ഈ രണ്ടാൾ മത്സരോട്ടാ മെയിനായിട്ട്. ഓണടിച്ചിട്ട് ആൾക്കാരെ ഞെട്ടിച്ചിട്ടുള്ള ഓട്ടാ. ആളെ കയറ്റുന്നതല്ല, ആളെ ഇറക്കി ഒരു 10 രൂപ വാങ്ങാൻ നോക്കുന്നേരോ അവരവിടെ നിർത്താൻ പറ്റൂല, പക്ഷെ നേരെ ക്രോസ് ചെയ്ത് അവർക്കൊരു പ്രശ്നമില്ല. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കണ്ട് ഇത്തരത്തിലുള്ള ബസ് ഉടമകൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. അല്ലാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. കണ്ണൂർ താണയിൽ സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ തുംചാർ സ്വദേശി ദേവനന്ദാണ് മരിച്ചത്. കോളേജിൽ നിന്ന് മടങ്ങുമ്പോഴായിരുന്നു അപകടം.